തൃശൂർ അകമലയിൽ ഒറ്റയാൻ ഇറങ്ങി. വാഴക്കൊമ്പൻ എന്ന ഒറ്റയാനാണ് മേഖലയിൽ ഭീതി വരുത്തുന്നത്. റെയിൽവേ ട്രാക്കിലും ആനയുടെ സാന്നിധ്യം പതിവായതോടെ കാട് കയറ്റണമെന്ന് റെയിൽവേ വനംവകുപ്പിനോട് ആവശ്യപ്പെട്ടു. ഒറ്റയാൻ ജനവാസ മേഖല ഇറങ്ങിയതിൻ്റെ ദൃശ്യങ്ങൾ 24 ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. നിങ്ങൾക്ക് ആനയെ കാണാൻ കഴിയുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഈ ആന അവിടെ നിൽപ്പുണ്ട്. ആനയുടെ കാര്യം പറയുന്നതിനിടയിൽ അത്യാവശ്യമായിട്ട് മറ്റൊരു വാർത്ത ചെന്നൈയിൽ നിന്ന് വരുന്നുണ്ട്. ചെന്നൈ കൊച്ചി സ്പൈസ് ജെറ്റ് വിമാനം അടിയന്തരമായി ചെന്നൈയിൽ എയർപോർട്ടിൽ നിലത്തിറക്കി. ടേക്ക് ഓഫിന് പിന്നാലെ സാങ്കേതിക തകരാർ കണ്ടെത്തി. 147 യാത്രക്കാർ വിമാനത്തിലുണ്ടായിരുന്നു. സാങ്കേതിക തകരാർ പരിഹരിക്കാൻ ശ്രമം തുടരുന്നുവെന്ന് ചെന്നൈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇനി ആനയുടെ കാര്യം. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ആനക്കാര്യം പറയാൻ ചേരുന്നു. സൂരജ്, ആനക്കാര്യത്തിനിടയിൽ ഞാനൊരു വേറൊരു കാര്യം പറഞ്ഞെന്നുള്ളൂ, പറയൂ. എന്തായാലും നമ്മളിപ്പോൾ ഉള്ളത് ഈ അകമലയിലാണ്. അകമലക്കാരെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ് ഈ വാഴക്കൊമ്പൻ എന്ന ഒറ്റയാൻ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർ പറയുന്നത് ഈ ആന ഈ മേഖലയിൽ ഇറങ്ങി വ്യാപക കൃഷിനാശമാണ് കഴിഞ്ഞ ഒരു 2 ആഴ്ചയിലേറെയായി നടത്തുന്നത്. കൃഷിനാശമൊക്കെ പതിവായിരുന്നെങ്കിൽ പോലും ഇത് ഈ ജനവാസ മേഖലയിലേക്ക് ഈ ആന കേന്ദ്രീകരിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് ഈ പ്രദേശവാസികളെ സംബന്ധിച്ച് വലിയ ആശങ്കയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഈ വീടിന് തൊട്ടടുത്തൊക്കെ ഈ ആന കഴിഞ്ഞ ദിവസം എത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങളടക്കം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം, അതായത് നമ്മുടെ ഇവിടെ ഈ റെയിൽവേ ട്രാക്കിലേക്ക് അടക്കം ആന എത്തിയതാണ് വലിയ ആശങ്കയ്ക്കിടയാക്കുന്നത്. തൃശ്ശൂർ ഷൊർണൂർ പാതയിലാണ് കാട്ടാന ഈ റെയിൽവേ ട്രാക്കിലേക്ക് എത്തിയത്. ഇതോടുകൂടി റെയിൽവേയും പറയുന്നത് ഈ ട്രെയിൻ ഗതാഗതത്തെ സംബന്ധിച്ച് പോലും വലിയ ഭീഷണി ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റെയിൽവേ ട്രാക്കിൽ നിന്നടക്കം ഈ വാഴക്കൊമ്പനെ മാറ്റിയാൽ മാത്രമാണ് ഈ പ്രതിസന്ധിക്ക് പരിഹാരമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആന ഈ റെയിൽവേ ട്രാക്കിലേക്ക് ഇറങ്ങാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണമെന്ന വനംവകുപ്പിന് കർശന നിർദ്ദേശം റെയിൽവേ നൽകി. അതിന്റെ ഭാഗമായി കഴിഞ്ഞ 2 ദിവസമായി ഈ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരടക്കം ഈ മേഖലയിൽ ആനയ്ക്കായി തിരച്ചിലെല്ലാം നടത്തിയിരുന്നു. പക്ഷേ ആനയെ ട്രേസ് ചെയ്യുന്നതിന് വനംവകുപ്പിന് സാധിച്ചിരുന്നില്ല. അതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രി ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന വാഴക്കോട് മേഖലയിൽ ഈ വാഴക്കൊമ്പൻ എത്തുന്നത്. ഈ വാഴക്കൊമ്പൻ എത്തി അവിടെ നിന്ന് നാട്ടുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും എല്ലാം ചേർന്ന് ഈ ആനയെ താൽക്കാലികമായി വനമേഖലയിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വാഴക്കോട് ഞാൻ നിൽക്കുന്നതിനൊരു ഇടതുഭാഗത്തായിട്ട് വരുന്ന ഒരു മലയുടെ മറ്റൊരു ഭാഗമാണ്. ഈ വാഴക്കോട് മേഖലയിൽ നിന്ന് ആനയെ കയറ്റി വിടുമ്പോൾ അത് പിന്നീട് ഈ അകമലയിലേക്ക് എത്തും. അകമലയിൽ നിന്ന് ആന കയറിപ്പോകുമ്പോൾ തിരിച്ച് വാഴക്കോടേക്ക് എത്തും. അങ്ങനെ ഈ മേഖലയെ സംബന്ധിച്ച് ഇവർക്ക് വലിയ ആശങ്കകളിലേക്ക് ഈ വാഴക്കൊമ്പൻ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഈ ആനയെ സംബന്ധിച്ച് ഈ വാഴക്കൊമ്പൻ എന്ന് പേര് വരാനുള്ള കാര്യം ഇവിടെ എത്തുന്ന ആന ഈ വാഴ കുത്തിമറിച്ചിട്ട ശേഷം ഈ വാഴപ്പിണ്ടി സ്ഥിരമായിട്ട് ഭക്ഷിക്കുന്നതാണ് അത്തരം ഒരു പേര് വരാൻ ഇടയാക്കിയത്.